കേരളത്തിലെ അറിയപ്പെടുന്ന ആനകളുടെ പരിശീലന കേന്ദ്രമായ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്തനംതിട്ട പട്ടണത്തിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനകളെ പാർപ്പിക്കാൻ നിർമ്മിച്ച വലിയ മരക്കൂടുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഒരേ സമയം 3 മുതൽ 4 വരെ ആനകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ കൂടുകളിൽ ആനക്കൂടുകൾ എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപിരിയുന്നതോ മുറിവേറ്റതോ കാട്ടിൽ അലഞ്ഞു തിരിയുന്നതോ ആയ ആനക്കുട്ടികളെ ഇവിടെയുള്ള പരിശീലകർ പരിശീലിപ്പിക്കുന്നു. പരിചയസമ്പന്നരായ പരിശീലകർ അവരുടെ ചിട്ടയായ പരിശീലന രീതികൾ ഉപയോഗിച്ച് ആനക്കുട്ടികളെ മെരുക്കിയെടുക്കുന്നു. സന്ദർശകർക്ക് ഈ ആനകളെ അടുത്തറിയാനും അവയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ധാരാളം നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയും, പ്രത്യേകിച്ച് ആനക്കുട്ടികളുടേത്.
പുരാതന കാലം മുതൽ ആന പരിശീലന കേന്ദ്രത്തിന് പേരുകേട്ട സ്ഥലമാണ് കോന്നി. പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രിയിലെ നിബിഡ വനങ്ങളിൽ നിന്നാണ് ആനകളെ പിടികൂടി കോന്നിയിലെ ആന പരിശീലന കൂട്ടിലെത്തിക്കുന്നത്. അവിടെ ആനകളെ പരിശീലിപ്പിക്കുന്ന പാപ്പാന്മാർ ഈ കാട്ടാനകളെ മെരുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പരിശീലകർ മറ്റു മെരുക്കിയ ആനകളുടെ സഹായം സ്വീകരിക്കുന്നു. ആയിരത്തി 1942 ഇപ്പോൾ നിലവിലുള്ള ആന പരിശീലനക്കൂട് നിർമ്മിച്ചത്. കമ്പകം എന്ന മരമാണ് ഇതിനായി ഉപയോഗിച്ചത്. 6 ആനകളെ പരിശീലിപ്പിക്കാനുള്ള ശേഷിയാണ് ഇപ്പോഴത്തെ പരിശീലനക്കൂടിനുള്ളത്. നിലവിൽ ആന പരിശീലനക്കൂട് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഒരു ചരിത്ര മ്യൂസിയവും ഇവിടെയുണ്ട്. ആനക്ഷേമ കേന്ദ്രമായാണ് ആന പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കൂട്ടത്തിൽ നിന്ന് അകന്ന് കാട്ടിൽ കാണാതായ ആനക്കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയും പരിചരണവും നൽകുന്നു. ഔഷധ സസ്യങ്ങളും ഇവിടെ വളർത്തുന്നു. ഔഷധവും വനവും അധിഷ്ഠിതമായ പ്രകൃതിദത്ത സാധനങ്ങൾ വാങ്ങാൻ ഒരു ഇക്കോ സ്റ്റോറും ഇവിടെയുണ്ട്. 175 രൂപയാണ് എൻട്രി ഫീസ്. അതിനുള്ളിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണുവാനും വീഡിയോസും ഫോട്ടോസും എടുക്കുവാനും സാധിക്കും. അത്തരത്തിൽ പകർത്തിയ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ആനക്കൂട് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ രാത്രി 6 മണി വരെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു താരം കൃഷ്ണ എന്ന ആന. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് 2014 പിടികൂടിയ ഒരു 11 വയസ്സുള്ള കൃഷ്ണ എന്ന ആനക്കുട്ടനാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസിനായി കാഴ്ചകൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലവുമായി കാണാം. കാത്തിരിക്കുക കൂടുതൽ കാഴ്ചകൾക്കായി.